നമസ്കാരം. ഒരുപാട് നാളുകൾക്ക് ശേഷം BKN ടോക്സിലേക്ക് സ്വാഗതം. ഒത്തിരി തരത്തിലുകളായിട്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ള സമയക്കുറവ്, പിന്നെ വീഡിയോ എടുക്കാൻ ആളില്ല, വീഡിയോഗ്രാഫറില്ല, എല്ലാവരും തിരക്കുകാരായിപ്പോയി. അപ്പം അത് കാരണം കൊണ്ട് കുറേ ടൈം എടുത്തു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ടായി. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ എന്തായാലും ഡാൻസിൻ്റെ വീഡിയോ തന്നെയാണ് എടുക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് കണ്ട് പഠിച്ച് അമ്പലത്തിൽ കളിച്ചു എന്ന് ചിലർ മെസ്സേജ് ഇട്ടു. ഒരുപാട് സന്തോഷം, നന്ദിയുണ്ട്. കാരണം അതിനും അങ്ങനെ ഒരു ഹെൽപ്പിന് വേണ്ടിയാണ് ഞാൻ ഇടുന്നത്. അത് എത്ര പേർക്ക് അത് എടുത്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതും ഏറ്റവും സിമ്പിളായിട്ട്, കാരണം ക്ലാസ്സുകളിലൊക്കെ പോകാൻ പറ്റാതെ ഉള്ളവർക്ക് പഠിച്ച് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ചെയ്തതാണ്. സോ വെരി ഹാപ്പി. ഇപ്പോൾ ഒരു ഉത്സവ സീസണാണ്. നിങ്ങളൊക്കെ സ്റ്റേജുകളിൽ കയറി പ്രോഗ്രാം ചെയ്തു എന്നറിയുന്നതിൽ സന്തോഷം. മനസ്സിൽ ഒരു ഗുരു എന്നുള്ളൊരു സ്ഥാനം തന്നിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. അത് മാത്രമാണ് നമ്മുടെ സന്തോഷം. കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാൻ ചെറിയ അടവുകളായിട്ട്, അതായത് ധിത്തിത്തൈ അടവുകളൊക്കെ പല വേരിയേഷൻസ് ചെയ്തിട്ടിരുന്നു. ഞാൻ എപ്പോഴും ഇതിങ്ങനെ കറക്റ്റ് ചെയ്ത് പറയും, കാരണം ചില ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നടക്കുന്നവരുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, ധിത്തിത്തൈ അടവ് എന്ന് പറഞ്ഞത് നമ്മൾ അക്കാഡമിക്കലി അടവുകളുടെ 16-17 സെറ്റ് അടവുകൾ എടുക്കുമ്പോൾ അതിൽ ധിത്തിത്തൈ എന്നൊരടവില്ല. പകരം മകുട അടവ്, തീർമാന അടവുകളാണ് ഉള്ളത്. അതിൽ തഥിഗണത്തോം എന്ന് പറയുന്നത് ധിത്തിത്തൈ അടവാണ്, ധിത്തിത്തൈയുടെ ചൊൽക്കട്ടോടു കൂടിയുള്ള അടവാണ്. അപ്പം നമ്മളതിൻ്റെ കുറച്ച് വേരിയേഷൻസ് ആണ് ഞാൻ ചെയ്തിട്ടത്. അത് നമ്മൾ ഈ ഐറ്റംസ് കമ്പോസ് ചെയ്യുമ്പം കൃത്യമായിട്ട് അക്കാഡമിക്കൽ അടവാണോ എന്നൊന്നും നോക്കാറൊന്നുമില്ല. നമ്മൾ പല രീതിയിൽ ചെയ്യും. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് ചെയ്തിട്ടിരുന്നതാണ്. പക്ഷേ അതെല്ലാം അതായത് ധിത്തിത്തൈ എന്ന് മാത്രമായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനത് ചെയ്യുന്നത് അതിൻ്റെ 1, 2, 3 അഡീഷൻസും കൂടെയാണ്. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ പറഞ്ഞു തരുന്ന ഇത്രയേ ഉള്ളൂ. ചെയ്യാതിരുന്ന് ചെയ്യുമ്പോൾ വലിയ പ്രയാസമാണ്. അതായത് ഒന്നാമത്തെ, ഞാൻ ഒരുപാട് അരമണ്ഡലം താഴ്ന്ന് ചവിട്ടി കളിക്കില്ല, കാരണം പറയാനും കളിക്കാനും പാടായതുകൊണ്ട്. ഇപ്പം നമ്മൾ എടുത്താൽ 1, 2, 3, 1, 2, 3 ഇങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പം തെയ് 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 ഇത് പ്രാക്ടീസ് ചെയ്യണം. തെയ് 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 ഇത് പ്രാക്ടീസ് ചെയ്യണം. തെയ് 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 ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. മനസ്സിലായോ? അതായത് ഒരടവ് തന്നെ 1, 2, 3 എന്ന വേരിയേഷൻസിൽ പ്രാക്ടീസ് ചെയ്യണം. ഇത് എല്ലാ അടവിനും ചെയ്യണം. അപ്പം നമുക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാം, ഒരുമിച്ച് കളിക്കാം. എന്ന് വെച്ചാൽ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യുക. അതായത് തെയ് തെയ് അത് പലതവണ തന്നെ കളിച്ച് പഠിക്കാം. അതിൻ്റെ സ്പീഡ് കളിച്ച് പഠിക്കാം. അതിനുശേഷം നമ്മൾ അതിൻ്റെ 2 പഠിക്കുക, പിന്നെ അതിൻ്റെ 3 പഠിക്കുക. ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇത് ഒരുമിച്ചും ചെയ്യാം. അതായത് ഇങ്ങനെ 3, 4 തെയ് 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 കണ്ടോ? അപ്പോൾ ഇത് 3 വന്നു. ഇനി തെയ് ലെഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ധിത്തിത്തൈ ഞാൻ ഇട്ടത്. ഇനി ചിലപ്പോൾ എല്ലാത്തിലും ഇത് പറ്റിയെന്ന് വരില്ല, വേണ്ട. രണ്ടാമത്തത് ഇതായിരുന്നു. തെയ് 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 തെയ്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ധിത്തിത്തൈ അടവ് പഠിച്ചത്. മൂന്നാമത് നമ്മൾ ചെയ്തത് മേളിൽ നിന്ന് 2 സൈഡിൽ നിന്നുള്ളൊരു ധിത്തിത്തൈ ആയിരുന്നു. അതെല്ലാം ഇങ്ങനെ കളിക്കാം. പക്ഷേ നമ്മളുടെ ഒരു സൗകര്യം അനുസരിച്ച് മാറ്റി എടുക്കാം. എന്ന് വെച്ചാൽ തെയ് 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 ഇങ്ങനെ പോകാം. അതല്ലെങ്കിൽ താഴെ പോവാം. നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ,
അപ്പോൾ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അതനുസരിച്ച് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഈ നമ്മൾ ഐറ്റംസ് കമ്പോസ് ചെയ്ത് വരുമ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ഒരു പ്ലെയിൻ തെയ് മാത്രമായിരിക്കില്ല, നമുക്ക് തെയ് ഇങ്ങനെ കളിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പഠിക്കണം എന്ന് ഞാൻ പറയുന്നത് കേട്ടോ. ശരിക്കും ധിത്തിത്തൈ അടവും താതൈ അടവും മാത്രം പഠിച്ചു വച്ചാൽ ഒരു ഫുൾ ഐറ്റം കളിക്കാം. ഓക്കെ, തെയ്ഹിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയാനുമില്ല. കാരണം ഈ ധിത്തിത്തൈ അടവ് എപ്പോഴും തീർമാനത്തിൽ വരും. അതായത് നമ്മൾക്ക് ഒരു ജതി ഒരു കോർവയൊക്കെ തീർക്കാൻ. അപ്പോൾ അവിടെ എല്ലാം തഥിക്കിണ്ണത്വം തന്നെ കളിക്കണം എന്നില്ല, നമുക്കിതെല്ലാം മാറ്റി ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിപ്പം പറഞ്ഞത് ഒന്നോടെ അതാ ഫുൾ സർക്കിളായിട്ടൊന്ന് ചെയ്യാണ് കേട്ടോ. അതായത് തെയ് ധ് തെയ് 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 ധ് തെയ് 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 ധ് തെയ് തെയ് ധ് തെയ് 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 ധ് തെയ് 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 ധ് തെയ്. കണ്ടോ? അപ്പോൾ അത് വീണ്ടും കറങ്ങി ഒരു ഫുൾ സർക്കിൾ തീർന്നു നിന്നു. ഇങ്ങനെ നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇത് കുട്ടികളെയും പഠിപ്പിച്ചാൽ നല്ലതായിരിക്കും. ഇതിൻ്റെ സ്പീഡ് 3 കാലം കളിക്കണം. 3ാമത്തെ കാലമൊക്കെ ഇപ്പം നിങ്ങളെ കളിച്ച് കാണിച്ചാൽ ഇന്നിനി വേറെ ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് കേട്ടോ. നമുക്കൊന്ന് മുട്ടിത്തരാൻ ആളുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അതില്ല, ഞാൻ തന്നെ ചെയ്യണ്ടേ, അതുകൊണ്ട് അത് വേണ്ട. ശരി, അപ്പോൾ കോർണർ എടുക്കുന്നത് ഇത് നോക്കണം നിങ്ങൾ. സൈഡിൽ നിന്നുള്ള കാല് നേരെ ഷോൾഡർ ലെവലിൽ ഉണ്ടോ, ഷോൾഡറിൻ്റെ അതേപോലെ തന്നെയാണ്. മുമ്പിലേക്കുള്ളത് കറക്റ്റ് 90 ഡിഗ്രിയിൽ ഫ്രണ്ടിലാണ്. ഇതെടുക്കുമ്പോൾ കാല് കോർണറിലാണ്. അപ്പോൾ കയ്യും കാലും ഒരേ ഡിറക്ഷനിലാണ്. അത് മറക്കരുത് കേട്ടോ. കാലിവിടെയും കൈ ഇവിടെയും വയ്ക്കരുത് എന്നർത്ഥം. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഇതൊരെണ്ണം നമ്മൾ ചെയ്തു. ഇപ്പം 3 ധിത്തിത്തൈയായി. അതായത് സൈഡ്, ഫ്രണ്ട്, പിന്നെ കോർണേഴ്സിലുള്ളത് അത് നമ്മൾ ചെയ്തു. ഇനി അടുത്തത് കൈ മേളിൽ വെച്ചിട്ടുള്ളത് പുറകിൽ നിന്ന്. ഓക്കെ, അതായത് തെയ് ധ് തെയ് 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 ധ് തെയ് 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 ധ് തെയ്. ഇതാണ് ഒരെണ്ണം. ഇത് തന്നെ കൈ വെച്ച് നമ്മൾ ചെയ്തിരുന്നു. തെയ് ധ് തെയ് 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 ധ് തെയ് 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 ധ് തെയ്. ഓക്കെ, അത് ചെയ്തിരുന്നു. അപ്പോൾ അത് 2 എണ്ണമായില്ലേ. ഇനി അടുത്തത് അതാ ഇങ്ങനെ 3 4 സി തെയ് ധ് തെയ് 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 ധ് തെയ് 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 ധ് തെയ്. ഇതൊരെണ്ണം. ഓക്കെ, ഞാൻ ഈ സൈഡിലേക്ക് ജമ്പ് ചെയ്യുമ്പം കുറച്ച് മൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇന്നലെ പിള്ളേരെ പഠിപ്പിച്ചപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇതിങ്ങനെ നാടോടി നൃത്തം പോലെ ആയിപ്പോരുത്. അത് നമ്മൾ അരമണ്ഡലത്തിൽ തന്നെ നിന്ന് അതിൻ്റെ കാലിൻ്റെ പൊസിഷനൊക്കെ കറക്റ്റ് സ്വസ്തികം വച്ച് ഒക്കെ ചെയ്താൽ അതിനൊരു ഭംഗി. അങ്ങനെ ആക്കണം കേട്ടോ. ചുമ്മാ 1 2 3 1 2 3 എന്ന് പറഞ്ഞാൽ അങ്ങനെ ആക്കി കളയരുത്, അത് കൊള്ളത്തില്ല. അപ്പോൾ ഇതൊന്ന്, ഇത് ശരിക്കും നമ്മൾ 1 2 3 1 2 3 ഇത്രയും മതി. പക്ഷേ ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്തതൊരെണ്ണം നമ്മൾ ചെയ്യുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ വീഡിയോ ഇട്ടതിൽ ഇതുണ്ടോ ധ് തെയ് ധ് തെയ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഇതുണ്ടത് തെയ് ധ് തെയ് 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 ധ് തെയ് 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 ധ് തെയ് ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അടുത്തൊരു വേരിയേഷൻ ആയില്ലേ. പിന്നെ നോക്കൂ 3 4 തെയ് ധ് തെയ്. കൈ ഇവിടെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടും ഉണ്ട്. അപ്പം തെയ് ധ് തെയ് 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 ധ് തെയ് 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 ധ് തെയ്. പക്ഷെ അപ്പം കാല് മാറി മാറി വരും. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും അല്ലേ. ഇപ്പം കൈ തിരിച്ചെടുത്തോന്നാ 3 4 തെയ് ധ് തെയ് 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 ധ് തെയ് 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 ധ് തെയ് തെയ് ധ് തെയ് 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 ധ് തെയ് 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 ധ് തെയ്. അപ്പോൾ ഒരു കാലിൽ നിന്ന് തന്നെയാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യണത്.
അപ്പം കാല് മാറി മാറിയല്ല. ഓക്കെ, അപ്പോൾ അത് അടുത്തൊരു വേരിയേഷനാണ്. പിന്നെ നമ്മൾ എടുത്തത് ഇതായിരുന്നു, ധിത്തേ. ഇതിനൊന്നും പക്ഷേ തെയ് ധിത്തേ അങ്ങനെയൊന്നും നമുക്ക് ഉപയോഗിക്കേണ്ടി വരില്ല. വേണമെങ്കിൽ ഉപയോഗിക്കാം. അത്ര ഭയങ്കര ഡിഫിക്കൽട്ടി കൊറിയോഗ്രാഫിയിൽ കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ പറഞ്ഞ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കണോ? ഓരോ ധിത്തേ അടവും 1 1 2 1 2 3 ഇതിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, നോർമലി ധിത്തേ അടവെന്ന് പറയുന്നത് തിശ്രത്തിലാണ്. അപ്പോൾ ഇത് എല്ലാം ഇപ്പം നമ്മൾ ചെയ്ത് വരുമ്പോൾ അങ്ങനെ ഇരിക്കും ആണെങ്കിൽ തെയ് ധിത് തിത് തെയ് 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 ധിത് തിത് തെയ് 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 ധിത് തിത് തെയ്. അപ്പോൾ അത് വേണ്ടിയാണ്. അപ്പം നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഞാൻ നിങ്ങളോട് ഇത്രേ പറയുന്നുള്ളൂ. നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയാം, വെറുതെ നടക്കുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്ത് പഠിക്കുക. എന്താണെന്നറിയാം, അതായത് തെയ് ദിത്ത് തെയ് 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 ദിത്ത് തെയ് 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 ദിത്ത് തെയ് തെയ് ദിത്ത് തെയ് 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 ദിത്ത് തെയ് 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 ദിത്ത് തെയ്. ഇത് നമ്മൾ പഠിക്കുക. ഞാൻ ഉറച്ച് ചവിട്ടുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ താഴെയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്ന് കരുതിട്ടാണ്. അതുപോലെ തെയ് ദിത്ത് തെയ് 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 ദിത്ത് തെയ് 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 ദിത്ത് തെയ് തെയ് ദിത്ത് തെയ്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ളതും പഠിക്കണം, സൈഡിൽ നിന്നും പഠിക്കണം, കോർണറും പഠിക്കണം. തെയ് ദിത്ത് തെയ് 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 ദിത്ത് തെയ് 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 ദിത്ത് തെയ്. ഇത് സ്പീഡാക്കണം, ഭയങ്കര സ്പീഡാക്കണം. എന്നിട്ട് നിങ്ങൾ കൈയെടുക്കാൻ പാടുള്ളൂ. ഓക്കെ, തെയ് ദിത്ത് തെയ് 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 ദിത്ത് തെയ് 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 ദിത്ത് തെയ് തെയ് ദിത്ത് തെയ്. ഇതൊക്കെ ചെയ്യാം. ഇങ്ങനെയൊക്കെ നമുക്ക് ദിത്ത് തെയ് അടവെടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾക്ക് നിങ്ങൾ തന്നെ പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, നിങ്ങൾക്ക് പറയാൻ കഴിവുള്ളവരാണെങ്കിൽ നമ്മളിങ്ങനെ തെയ് ദിത്ത് തെയ് 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 ദിത്ത് തെയ് 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 ദിത്ത് തെയ് തെയ് ദിത്ത് തെയ് ഇതിങ്ങനെ പറഞ്ഞ് വച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അല്ലാതെ എനിക്കിപ്പോൾ ഇത് ഓഡിയോ അയച്ചു തരാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഇതെല്ലാം ഒരു ഗൈഡൻസ് ആണ്. നിങ്ങളത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചാണ് നിങ്ങളുടെ ഡാൻസിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഇരിക്കും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. കീപ്പ് വാച്ചിങ്. ഞാനിങ്ങനെ കുറച്ച് ഡിലേ ആകുമ്പോൾ നിങ്ങൾ എന്നെ ഇട്ടിട്ട് പോയേക്കരുത് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ വെക്കേഷൻ ഒട്ടും ഫ്രീ അല്ല. എന്നാൽ പോലും ഡെഫിനറ്റ്ലി ഐ വിൽ ട്രൈ ടു പുട്ട് 1 or 2 or 3 വീഡിയോസ് വീക്ക്ലി ഓർ വൺസ് ഇൻ എ ഫോർട്ട്നൈറ്റ്. പക്ഷേ ഇതെല്ലാം പഠിക്കണ്ടേ? നമ്മൾ കുറേ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ പഠിക്കണം, ഓരോന്ന് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഒരിക്കൽ ഒരു യൂട്യൂബ് ലൈവിൽ വരാമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും സംസാരിക്കാം, സജഷൻസ് ഒക്കെ പറയാം. ഓക്കെ, so thank you so much. Support me, subscribe my channel, share my videos. That's all. Thank you.